നമുക്ക് ആദ്യം ജന്മഭൂമിയിലേക്ക് പോകാൻ തോന്നുന്നു. ജന്മഭൂമിയിൽ പ്രധാന വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് മന്ത്രി ശിവൻകുട്ടി പെരുമാറ്റച്ചട്ടം ലംഘിച്ച വാർത്തയാണ്. നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്, വളരെ ചർച്ച ചെയ്ത വാർത്തയാണ്. ഗുരുതരമായൊരു ലംഘനമാണ് ഉണ്ടായിരുന്നത്. അത് നേമം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി CPM നേതാവുമായ ശിവൻകുട്ടി പ്രചാരണത്തിനായി ഔദ്യോഗിക സ്ഥാനം ദുരുപയോഗം ചെയ്തു, ലെറ്റർപാഡിൽ ഒരു വിതരണം ചെയ്തു എന്ന രീതിയിൽ വന്നൊരു വാർത്ത. ജനന്റി ബ്രേക്ക് ചെയ്ത വാർത്തയാണ് ജന്മഭൂമിയുടെ ഏറ്റവും പ്രധാന വാർത്തയായിട്ട് അവർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വാർത്ത കൂടിയുണ്ട്. കോൺഗ്രസിനായി മഞ്ചേശ്വരം SDPI സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു എന്ന വാർത്ത നമ്മൾ ഇന്നലെയും ഇന്നുമായി വിശദമായി ചർച്ച ചെയ്ത വാർത്തയാണ്. സ്ഥാനാർത്ഥി പട്ടിക UDFന്റെ എടുത്തതാണ്. അതിനാണ് ജന്മഭൂമിയുടെ പ്രധാന വാർത്തകൾ. അതോടൊപ്പം തന്നെ അഭിമാനകരമായ മറ്റൊരു വാർത്തയാണ് 5-ാമത്തെ പേജിൽ. ശുഭാംശു ശുക്ല 28-ന് ലോക് ഭവനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആദ്യമായിട്ട് കാലുകുത്തിയ ഭാരതീയനാണ് അദ്ദേഹം. വിദ്യാർത്ഥികളുമായി ലോക് ഭവനിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കും എന്നൊരു വാർത്തയാണ് ജന്മഭൂമി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയുണ്ട്. ശസ്ത്രക്രിയയിൽ ഉപയോഗിച്ച പ്ലേറ്റുകൾ പൊട്ടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് എന്നൊരു വാർത്തയുണ്ട്. ഇന്നലെ അങ്ങനെ മറ്റ് അധികം കണ്ടില്ല, പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് പ്രധാനപ്പെട്ട വാർത്തയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ യുവാവിന് ചികിത്സാ പിഴവ് ഉണ്ടായ ആരോപണം. കോവളം പൂങ്കുളം സ്വദേശിക്ക് ശസ്ത്രക്രിയയിൽ ഉപയോഗിച്ച പ്ലേറ്റുകൾ പൊട്ടി എന്നൊരു വാർത്തയാണ് ജന്മഭൂമി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിൽ വാർത്ത കൂടിയുണ്ട്. ശബരിമലയിൽ ഭക്തരെ കബളിപ്പിക്കുന്ന ഓൺലൈൻ സൈറ്റുകൾക്കെതിരെ സൈബർ കേസ് എന്നൊരു വാർത്തയാണ്. താമസ സൗകര്യം ലഭ്യമാണെന്ന് കാട്ടി ദേവസ്വം ബോർഡിന് തോന്നിപ്പിക്കുന്ന ഓൺലൈൻ സൈറ്റുകൾ വ്യാപകമായി വരുന്നു. അതിനെതിരെ സൈബർ കേസുകൾ ഉണ്ട് എന്നൊരു വാർത്ത ജന്മഭൂമി നൽകുന്നുണ്ട്. അതും മറ്റു മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്ത് കണ്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് ഇറാനിലെയും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അപ്ഡേഷനുണ്ട്. ഹോർമൂസിന് പിന്നാലെ ബാബൽ മന്ദേബ് കടലിടുക്ക് ലക്ഷ്യമിട്ട് ഇറാൻ. ലോകത്തിലെ 4-ാമത്തെ വലിയ കപ്പൽ ജലപാതയാണ് ആ ഒരു കടലിടുക്ക്. ഇനി ഹോർമൂസിന് പിന്നാലെ അതും ലക്ഷ്യമിടുകയാണ് ഇറാൻ. ഇനി അടുത്തൊരു നീക്കം ഉണ്ടാകുന്നു എന്നൊരു സംഭവമാണ്. പക്ഷേ ട്രംപ് പറഞ്ഞനുസരിച്ച് ഒരു സമാധാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാൻ വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇത്രയുമാണ് ജന്മഭൂമിയിലെ പ്രധാന വാർത്തകൾ. നമുക്ക് വളരെ വേഗം മലയാള മനോരമയിലെ വാർത്തകളിലേക്ക് കൂടി പോകാം. ആദ്യ പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അവർ ഈ സ്വർണ്ണ കൊടിമരം പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടില്ലെന്ന ഇന്നലത്തെ വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തി. ആ കേസ് പാളി എന്ന മാസ്റ്റർ ഹെഡോട് കൂടിയാണ് അവർ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ വന്ന ഈ SITയുടെ ഒളിച്ചുകളിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ഇന്ത്യൻ ടീമാണെങ്കിലും കടക്കു പുറത്ത് എന്ന തലക്കെട്ടോടു കൂടിയാണ് അവർ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെയും കോച്ചിനെയും കയറ്റിയില്ല. GCDAയുടെ പിടിവാശി വാടക മുൻകൂർ ലഭിച്ചില്ലെന്ന പേരിൽ എന്ന സബ്ഹെഡോടുകൂടി അവർ ആ വാർത്ത നൽകിയിട്ടുണ്ട്. വാടകയാണ് പ്രധാനം. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമാണെങ്കിലും പണം മുൻകൂർ തന്നില്ലെങ്കിൽ പടിക്ക് പുറത്ത്. രാജ്യാന്തര മത്സരം കളിക്കാൻ കൊച്ചിയിലെത്തിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലനത്തിനായി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാതെ ഉടമകളായ വിശാല കൊച്ചി വികസന അതോറിറ്റി അപമാനിച്ചു വിട്ടു. 31-ന് കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഹോങ്കോങ്ങിനെതിരായ AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിനെത്തിയ ഇന്ത്യൻ ടീമിനാണ് ഈ ദുരനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യ പേജിലുള്ളത്. പോരാട്ട ചിത്രം തെളിഞ്ഞു. രാഷ്ട്രീയ പരീക്ഷയ്ക്ക് 890 പേർ എന്നുള്ളതാണ്. ഇന്നലെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ വൈകിട്ടോടുകൂടി ഒരു വ്യക്തത വന്നിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ആ ഒരു വാർത്ത തന്നെയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി മനോരമ നൽകിയിരിക്കുന്നത്. സ്കൂൾ പരീക്ഷാകാലം കഴിഞ്ഞു വരുന്ന രാഷ്ട്രീയ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 890 സ്ഥാനാർത്ഥികളെ കുറിച്ച് വാർത്തകൾ വരുന്നു. ഇനി ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും പ്രാദേശിക പേജ് തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് വാർത്തകളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും അല്ലെങ്കിൽ ചിത്രം വ്യക്തമായതിനു ശേഷം കളം ഇനി കളറാകുമെന്ന തലക്കെട്ടോടുകൂടി അവർ ഒരു പേജ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 11-ാമത്തെ പേജിൽ സേനാ മെഡൽ നേടിയവർക്ക് സൗജന്യ ട്രെയിൻ യാത്ര. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത്. ഭാര്യമാർക്കും വീരമൃത്യു വരിക്കുന്ന അവിവാഹിതരുടെ മാതാപിതാക്കൾക്കും സൗജന്യം എന്നുള്ളതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. സേനാ മെഡൽ നേടിയവർക്ക് ജീവിതകാലം മുഴുവൻ സൗജന്യ റെയിൽവേ യാത്ര അനുവദിക്കും. റെയിൽവേയുടെ നല്ലൊരു തീരുമാനമാണ് അത് എന്നുള്ളതാണ്. കര, നാവിക, വായുസേന മെഡൽ നേടിയവർക്ക് 1-ാം ക്ലാസ്, സെക്കൻഡ് AC ചെയർകാർ ടിക്കറ്റിലാണ് സൗജന്യ യാത്ര ഒരുക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് US സേന ഇറാനിൽ ഇറങ്ങിയാൽ ബാബുൽ മന്ദിബ് കടലിടുക്ക് തടയുമെന്ന് ഹൂതികൾ
ഹൂതികളുടെ ആ ഒരു വാർത്തയാണ് അവർ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോടുകൂടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ മുഖ്യ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന ഖാർക്ക് ദ്വീപ് പിടിക്കാൻ US സേന നീക്കം നടത്തിയാൽ രാജ്യാന്തര സമുദ്രപാതയായ ബാബുൽ മൻദിബ് കടലിടുക്കിൽ കപ്പലുകൾ തടയുമെന്ന് ഇറാൻ അനുകൂലികളായ യമനിലെ ഹൂതി വിമതർ മുന്നറിയിപ്പ് നൽകി എന്നുള്ളതാണ് ആ വാർത്ത. എന്തായാലും US 10 ദിവസത്തേക്ക് കൂടി അമൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെടിനിർത്തൽ ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും താൽക്കാലിക ആശ്വാസം പശ്ചിമേഷ്യയിൽ സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇത്തരത്തിലുള്ള പ്രകോപനം തുടരുമ്പോൾ പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി മറ്റ് പേജുകളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ആവശ്യത്തിനുണ്ട് എണ്ണയും ഗ്യാസും എന്ന വാർത്ത ബിസിനസ് പേജിൽ നൽകിയിട്ടുണ്ട്. ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 60 ദിവസത്തേക്കുള്ള എണ്ണയും 1 മാസം വിതരണത്തിനാവശ്യമായ പാചകവാതകവും രാജ്യം സംഭരിച്ചിട്ടുണ്ട് എന്നും പെട്രോൾ, ഡീസൽ, LPG എന്നിവയിലൊന്നും നിലവിൽ ദൗർലഭ്യം ഇല്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽ പല തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും വരുന്നുണ്ട്. അത് തീർച്ചയായും ഈ പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത അതൊക്കെ നടക്കുമ്പോൾ അത്തരത്തിലുള്ള ദൗർലഭ്യങ്ങൾ അനുഭവപ്പെടും, അല്ലെങ്കിൽ ക്ഷാമം എന്ന തരത്തിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലൊക്കെ വാർത്തകൾ വരും, അല്ലേ അമൽ? എന്തായാലും നമുക്ക് മാതൃഭൂമിയിൽ എന്താണുള്ളതെന്ന്. മാതൃഭൂമിയും ആദ്യ ഒരു പേജ് മുഴുവൻ ഒരു മുഴുനീള പരസ്യമാണ്. അതെ, അത് മനോരമയിലും അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതെ, അത് കഴിഞ്ഞ് ഫസ്റ്റ് പേജ് കൊടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു സൈഡിൽ ഹോർമൂസ് കടന്ന് ഇന്ത്യ എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഇറാൻ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ അപ്ഡേഷൻ. അതോടൊപ്പം തന്നെ നാവികസേന കമാൻഡറെ വധിച്ച വാർത്തയുമുണ്ട്. 6-ാം പേജിലേക്ക് പോയാൽ ഒരു വാർത്തയുണ്ട്. മതിയാകുന്നില്ല വൈദ്യുതി. ഏപ്രിൽ 8 മുൻപ് തന്നെ കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത സർവ്വകാല റെക്കോർഡിട്ടു എന്നൊരു വാർത്ത മാതൃഭൂമി കൊടുക്കുന്നുണ്ട്. ബുധനാഴ്ച രാത്രി 10:30 വേണ്ടി വന്ന 5802 മെഗാവാട്ടാണ്. വൈകുന്നേരങ്ങളിൽ ആ പരമാവധി ആവശ്യകത ഇതിനു മുൻപെങ്ങും ഇത്രയും ഉയർന്നിട്ടില്ല എന്നൊരു വാർത്ത. ചൂടാണ് എന്നുള്ളതായിരിക്കും. അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ താപനില ഇന്നും ഉയരും, മഞ്ഞ മുന്നറിയിപ്പ് എന്നൊരു വാർത്തയുണ്ട്. സംസ്ഥാനത്തെ വെള്ളിയാഴ്ചയും താപനില സാധാരണ നിലയിൽ നിന്നും 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ചൂട് കൂടും എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നുണ്ട്. വളരെ വേഗം നമുക്ക് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലുള്ള വാർത്തകൾ കൂടി നോക്കാം. ആദ്യ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹോമോ സേഫ് പാസേജ് ഫോർ ഫ്രണ്ട്ലി ഇന്ത്യ സെയ്സ് ഇറാൻ ഭാരതത്തോട് കാണിക്കുന്ന ഒരു നയതന്ത്രം, അല്ലെങ്കിൽ ഭാരതത്തിന്റെ നയതന്ത്രം ഫലം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വാർത്തയാണ്. ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ വളരെ സുരക്ഷിതമായി തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്നു വരുന്നതിനെ കുറിച്ച്. ഇനി മേജർ റിലീഫ് ഫോർ എനർജി സപ്ലൈ. ഇറാൻ ഓൺ തേഴ്സ്ഡേ സെഡ് ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വിൽ remain open for India and 4 other countries amid the conflict in West Asia എന്നുള്ളത് നമുക്കറിയാം. ഭാരതത്തിന്റെ എണ്ണക്കപ്പലുകൾ കടത്തിവിടുമ്പോൾ പാക് എണ്ണക്കപ്പലുകളെ അവർ അവിടെ തടയുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു സുപ്രധാനമായ കാര്യം തന്നെയാണ്. ഇനി ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അവരുടെ പ്രാദേശിക പേജിലും തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഉൾപേജിൽ PM to brief CMs on energy today. ഇന്ന് പ്രധാനമന്ത്രി വിളിച്ച ഒരു യോഗം, മുഖ്യമന്ത്രിമാരുടെ യോഗം വൈകിട്ട് നടക്കുന്നുണ്ട്. അത് സംബന്ധിയായ വാർത്തയാണ്. ആഫ്റ്റർ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ഓൺ ദ എനർജി ക്രൈസിസ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഈസ് ഷെഡ്യൂൾഡ് ടു chair a virtual meeting with the chief ministers of all states except those heading into elections on Friday evening to discuss the West Asia situation. പാർലമെന്റിൽ ലോക്സഭ, രാജ്യസഭകളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നിലപാട് വിശദീകരിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അതോടൊപ്പം തന്നെ പുത്തൻപുലികളുടെ സമയവും ഇവിടെ പൂർണ്ണമാവുകയാണ്.